സോ ഹായ് ഗൈസ്, നമ്മുടെ കേരളത്തിലെ മെജോറിറ്റി ആൾക്കാർക്കും മഷ്റൂം വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇത് എന്ത് ചെയ്യണമെന്ന് ഇതിന്റെ ബെനിഫിറ്റ്സ് എന്താണെന്ന് ഒന്നും അറിയത്തില്ല. അതിന് രണ്ട് റീസൺ ആവും. സോ ഒന്നാമത്തെ കാര്യം ഇതിന്റെ അവൈലബിലിറ്റിയാണ്. ഇത് മിക്ക കടയിലും കിട്ടാറില്ല. പിന്നെ രണ്ടാമത്തെ റീസൺ എന്ന് വെച്ചാൽ ഇതിപ്പോൾ ഒരാൾ വാങ്ങിച്ചു കഴിഞ്ഞാലും ഇത് വെച്ച് എന്ത് ചെയ്യണമെന്നോ ഇതിന്റെ ഉപയോഗം എന്താണെന്നോ ആർക്കും അറിയത്തില്ല. അപ്പൊ ഞാനിത് അരിഞ്ഞു നോക്കുന്ന സമയത്ത് നിങ്ങൾ ഓയിസ്റ്ററിന്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് കേട്ടോ. അപ്പോൾ ഓയിസ്റ്ററിന്റെ 5 മെയിൻ ഹെൽത്ത് ബെനിഫിറ്റ്സ് പറയും. ഒന്നാമത്തത് കൊളസ്ട്രോളിന് മരുന്ന് കഴിക്കുന്നവർക്ക് അറിയാം, ലൊബാസ്റ്റിൻ എന്ന് പറഞ്ഞൊരു മരുന്ന്. ആ ലൊബാസ്റ്റിൻ എന്ന് പറയുന്ന നാച്ചുറൽ കോമ്പൗണ്ട് നമ്മുടെ ഈ ഓയിസ്റ്റർ മഷ്റൂംസിലുണ്ട്. അത് നമ്മുടെ കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കും. പിന്നെ അടുത്തതെന്ന് വെച്ചാൽ ബെറ്റാ ഗ്ലൂക്കൻസ് എന്ന് പറഞ്ഞൊരു എലമെന്റ് ഇതിലുണ്ട്, നമ്മുടെ ബോഡിയുടെ ഇമ്മ്യൂണിറ്റി റെഡിയാക്കാൻ. നമ്മുടെ അടുത്ത ഡയബറ്റിക്സ് ഉള്ള ആൾക്കാർക്ക് നല്ലത്. നമ്മുടെ ഇതിന്റെ ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യാൻ സഹായിക്കും. പിന്നെ നമ്മുടെ ബോഡിയുടെ എനർജി മെയിൻറ്റെയിൻ ചെയ്യുന്ന ബി വിറ്റമിൻസ് ഇതിൻ്റെ അകത്തുണ്ട്. ലോ ഫാറ്റ് ലോ കലോറി ആയതുകൊണ്ട് നമുക്ക് ഏത് ഡയറ്റിന്റെ കൂടെ വേണമെങ്കിലും ഇത് ആഡ് ചെയ്യാം. ചേട്ടൊരു ഫാക്ട് പറയുകയാണെങ്കിൽ 100 ഗ്രാം ഓയിസ്റ്റർ മഷ്റൂംസിൽ 3 grams ഓഫ് പ്രോട്ടീൻ ഉണ്ട്. സോ ഇത്രയാണ് ഒരു 5 മെയിൻ ആയിട്ട് പറയാനുള്ള ബെനിഫിറ്റ്സ്. അപ്പോൾ ബാക്കി കേട്ടോ. അപ്പോൾ ഓവറോൾ പറയുകയാണെങ്കിൽ നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന മിക്ക വെജിറ്റബിൾസിനേക്കാളും കുറെ ബെനിഫിറ്റ്സ് മഷ്റൂംസിനുണ്ട്. എല്ലാ വെജിറ്റബിൾസ് അല്ല, മിക്ക വെജിറ്റബിൾസ്. ഇത് വെച്ച് എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് കുറച്ച് പേർക്ക് അറിയത്തില്ല. ഇത് വെച്ച് നമുക്ക് കറി ഉണ്ടാക്കാം, തോരൻ ഉണ്ടാക്കാം, സൂപ്പ് ഉണ്ടാക്കാം, പിന്നെ ഇത് ഫ്രൈ ചെയ്യാം, കട്ട്ലേറ്റ് ഉണ്ടാക്കാം, അങ്ങനെ കുറെ സാധനങ്ങൾ ഉണ്ടാക്കാം. നമ്മുടെ കേരളത്തിൽ ഓയിസ്റ്റർ മഷ്റൂം മാത്രമല്ല, മിൽക്കി മഷ്റൂം എന്ന് പറഞ്ഞൊരു മഷ്റൂംസും അവൈലബിൾ ആണ്. പക്ഷേ മിൽക്കി മഷ്റൂംസിനേക്കാളും ഓയിസ്റ്റർ മഷ്റൂംസിനാണ് ടേസ്റ്റും പിന്നെ ചെയ്യാൻ ഈസി. അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ്. ഇതിന്റെ ബെനിഫിറ്റ്സ് എല്ലാം പറയാൻ വേണ്ടി ഒരു വീഡിയോ ആയിട്ട് ചെയ്തതാണ്. ഞാനൊരു മഷ്റൂം ബ്രാൻഡ് ബിൽഡ് ചെയ്യണ ജേർണി കാണാൻ താല്പര്യം ഫോളോ ചെയ്ത് വെച്ചു. അപ്പോൾ ബൈ.